ഇസ്രയേലിൽ നടക്കുന്ന ഒരു വിഷയമാണ്. ഇസ്രയേല് യെശുവ എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട്. അവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മതപരത കൂടിയ ഒരു വിഭാഗമാണ് യെശുവ. അവര് മതവിദ്യാർത്ഥികളാണ് കൂടുതൽ. അവർ പ്രാർത്ഥനയും മറ്റേ കൊന്തയും അങ്ങനെയൊക്കെയുള്ള സംഗതിയായിട്ടാണ്. ഇവരിത് ഇസ്രയേൽ പോപ്പുലേഷന്റെ 13% ഇവരാണുള്ളത്. ഇസ്രയേൽ പോപ്പുലേഷന്റെ 13%. അപ്പൊ എന്താ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ കോൺസ്ക്രിപ്ഷൻ എന്ന് പറയുന്ന സാധനമുണ്ട്. നിർബന്ധിത സൈനിക സേവനം, അതിനാണ് കോൺസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. പക്ഷെ ഈ 13% ആളുകൾ അവർ പറയുന്നത് ഞങ്ങൾക്ക് ഈ മതപരമായ ഇങ്ങനെ പിടിച്ചോണ്ടിരിക്കണം, അതുകൊണ്ട് ഞങ്ങൾ സൈന്യത്തിലൊന്നും ചേരില്ല, ദൈവത്തിലേക്ക് ഞങ്ങളിങ്ങനെ അടുത്തുകൊണ്ടിരിക്കുകയാണ്, പിന്നെന്തിന് സൈന്യം, അത് ബാക്കി മനുഷ്യർ ചെയ്തോട്ടെ, കൊല്ലുകയോ കൊല്ലപ്പെടുകയോ ബോംബ് വെക്കുകയോ ഹമാസുമായിട്ട് പോരടിക്കുകയോ. ഇമാതിരിയുള്ള ഒരു നിലപാടാണ് 1948 മുതൽ ഈ വിഭാഗം അവിടെ വെച്ച് പുലർത്തുന്നത്. അതായത് അവരുടെ പേര് യെശുവ എന്നാണ്. അവർ ദേ ആർ ഓൾസോ നോൺ ആസ് ഹരഡിം. ഹരഡിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗോഡ് ഫിയറിംഗ്, ദൈവഭയം ഉണ്ട്. ദൈവഭയം ഉണ്ടോ പട്ടാളത്തിൽ ചേരണ്ട, അടിപൊളി. അങ്ങനെ അത് ഇന്ത്യയിൽ അങ്ങ് പട്ടാളത്തിൽ ഒറ്റ ഒരാളെയും കിട്ടത്തില്ലായിരുന്നു. ആകെ കുറെ സ്വതന്ത്ര ചിന്തകരെയോ എത്തീസ്റ്റുകളെ മാത്രമേ കിട്ടൂ. അപ്പൊ ഗോഡ് ഫിയറിംഗ് ആയിട്ടുള്ള 13% വരുന്ന അഷ്കനാസി അങ്ങനെയുള്ള ഓർത്തഡോക്സ് ജ്യൂസ് അവർ പട്ടാളത്തിൽ ചേർത്തില്ല. അപ്പം സുപ്രീം കോടതി ഈ ഹമാസുമായിട്ടൊക്കെയുള്ള പോരാട്ടം 7 രാജ്യങ്ങളുമായിട്ട് ഒരുമിച്ച് യുദ്ധം ചെയ്യുന്നു. അപ്പോൾ കോൺസ്ക്രിപ്ഷൻ റിസർവ് ആർമി ഉണ്ടാകേണ്ടതുണ്ട്. അപ്പോൾ ആളില്ല. അപ്പോൾ ഇവർ പറഞ്ഞ് ഈ 13% ആളുകളെ മാറ്റി നിർത്തി വളരെ ഇങ്ങനെ മുന്നോട്ട് പോകുന്നത് ശരിയല്ലെന്ന് സുപ്രീം കോടതി അവിടുത്തെ ഒരു നിയമം പാസ്സാക്കി. അപ്പോൾ സുപ്രീം കോടതി നിയമം പാസ്സാക്കി കഴിഞ്ഞാൽ ഒരു ജനാധിപത്യ രാജ്യം എന്ന നിലയിൽ അതനുസരിച്ചുള്ള നിയമനിർമ്മാണം കൊണ്ടുവരാനായിട്ട് ഗവൺമെന്റ് ബാധ്യസ്ഥമാണ്. പക്ഷെ അവിടെ ഓർത്തഡോക്സ് ജ്യൂ പാർട്ടികളുടെ പിൻബലത്തോടു കൂടിയാണ് നെതന്യാഹു ഇപ്പോൾ ഭരിക്കുന്നത്. അപ്പോൾ അവരതിനെ എതിർക്കും. അവർ പറയുന്നത് അങ്ങനെയല്ല, അത് അവർ മതപരമായിട്ടൊക്കെ പോകുന്ന പ്രാർത്ഥന പൂജ ദൈവത്തോട്, പിന്നെ ഈ രാജ്യം തന്നെ ദൈവത്തിൻ്റെതാണല്ലോ, അപ്പോൾ പിന്നെ ദൈവത്തിന്റെ പിന്തുണ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് പേര് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണമല്ലോ, ഇങ്ങനെയൊക്കെയുള്ള ന്യായം പറഞ്ഞുകൊണ്ട് ഇവരെ ഒഴിവാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ 2024 സുപ്രീം കോടതി റൂൾഡ് ദ ബ്ലാങ്കറ്റ് എക്സംഷൻ ഈസ് അൺകോൺസ്റ്റിറ്റ്യൂഷണൽ. ഇവരെ ഒഴിവാക്കുന്നത് ഭരണഘടനാ വിരുദ്ധമാണ്. ആൻഡ് ഓർഡേർഡ് ദ ഗവൺമെന്റ് ടു റിലീസ് അൾട്രാ ഓർത്തഡോക്സ് ഡ്രാഫ്റ്റ് നോട്ടീസ്. ഇവന്മാർക്കെല്ലാം നോട്ടീസ് അയക്കാൻ പറഞ്ഞു. ഇത്ര ദിവസങ്ങളിൽ വന്ന് ചേർന്നോണം എന്ന് പറഞ്ഞു. ഇങ്ങനെ താടി മുടിയും തൊപ്പിയൊക്കെ നടക്കുന്ന ഈ ടീമാണ്. എന്നിട്ട് ഇവർ എന്ത് ചെയ്തു? ഇവർ ഭയങ്കര പ്രതിഷേധം പട്ടാളത്തിൽ ചേരാൻ പറ്റില്ലേ എന്ന് പറഞ്ഞ് പ്രതിഷേധമാണ്. ബാക്കിയുള്ളവരൊക്കെ അവിടെ പോയി ഹമാസിന്റെ ഗുഹയിലൊക്കെ കയറി ബൂബി ട്രാപ്പിലൊക്കെ കയറി പൊട്ടിത്തെറിച്ച് പോകുന്ന മനുഷ്യരാണ്. ചെറുപ്പക്കാർ കുറെ പേരെ ഹോസ്റ്റൽ. ഇവന്മാർ പോവില്ല. ഇവന്മാർ ചില്ലറയും ചില്ലുവാനല്ല, 13% ഇവരുടെ പോപ്പുലേഷൻ നല്ല ഗ്രോത്ത് റേറ്റുമാണ്. അതാണ് രസം. So the defense ministry is under legal obligation to begin drafting Haredim starting July 1st, 2025. അപ്പോൾ ജൂലൈ 1-ാം തീയതി മുതൽ ഇവന്മാരെ ഡ്രാഫ്റ്റ് ചെയ്യാൻ ഇവരെ നിയമിക്കുക, റിക്രൂട്ട് ചെയ്യാൻ അവിടുത്തെ ഡിഫൻസ് മിനിസ്റ്റർക്ക് ബാധ്യതയായി. 12,000 പേർക്ക് നോട്ടീസ് അയച്ചു. 12,000 പേർക്ക് നോട്ടീസ് അയച്ചു. വന്ന് ചേരണമെന്ന് പറഞ്ഞു. പക്ഷേ 1000 പേര് പോലും വന്നില്ല. 4,800 പേര് വരെങ്കിലും വന്നെങ്കിൽ ആ റിക്രൂട്ട്മെന്റ് പൂർത്തിയാകും. 4,800 പേര് വരാനായിട്ടാണ് 12,000 പേർക്ക് നോട്ടീസ് അയച്ചത്. 100-400 പേരാണ് വന്നത്. അവർ ദൈവത്തോട് അത്ര കടക്കണ്ടെന്ന് കരുതിയായിരിക്കും. അപ്പോൾ എന്തോ അവിടെ ഒരു ബില്ല് അവതരിപ്പിച്ചു ഗവൺമെന്റ്, ലിക്വിഡ് പാർട്ടിയുടെ നേതൃത്വത്തിലൊക്കെ അവതരിപ്പിച്ചു. അതായത് ഇവരെ ചേർത്തേ പറ്റും. ഇമാർ ഇനി അങ്ങനെ പോകണ്ട, 48 മുതൽ അവന്മാർ ചേരുന്നില്ല, ഇനി അങ്ങനെ വേണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അവിടുത്തെ അൾട്രാ ഓർത്തഡോക്സ് പാർട്ടികൾ, ജ്യൂ പാർട്ടികൾ പറഞ്ഞു ഗവൺമെന്റിനെ ഞങ്ങൾ താഴെ ഇടുന്നു. കണ്ടോ ഇതിനകത്ത് വെച്ചിരിക്കുന്ന ഒരു പ്ലക്കാർഡ് കണ്ടോ? സയനിസം യൂസസ് ജ്യൂസ് ആസ് ഹ്യൂമൻ ഷീൽഡ്സ്. ഞങ്ങളെ കൊണ്ട് കൊല്ലിക്കാനായിട്ടാണ് നിങ്ങൾ സയനിസം ഉപയോഗിക്കുന്നത്, ഹ്യൂമൻ ഷീൽഡായിട്ട്. അപ്പൊ സയനിസം അല്ല ജൂതം എന്നാണ് അവർ പറയുന്നത്. ജൂതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വാസമാണ്, യാഹുവേ അങ്ങനെയൊക്കെയുള്ള സാധനമാണ്. ഇത് ഓരോ സമയം പറയാം അതല്ല, ഇത് ഒറിജിനൽ മതം ഇതല്ല എന്നൊക്കെ പറയുന്ന ആ ലെവലിലാണ്. സയനിസം എന്ന് പറഞ്ഞാൽ ജൂത ദേശീയത എന്നുള്ളതാണ്, ജൂത ദേശരാഷ്ട്രം എന്നുള്ളൊരു സങ്കല്പമാണല്ലോ. അതല്ല. ചില ആൾക്കാർ പറയുന്നുണ്ട്, അമേരിക്കയിലൊക്കെ ഒരുപാട് ജൂതന്മാർ പറയുന്നുണ്ട് ഈ ഇസ്രയേൽ എന്ന് പറയുന്നത് തന്നെ തെറ്റാണെന്ന് അവർ പറയുന്നുണ്ട്. കാരണം ഒരിക്കലും ഇസ്രയേലികൾക്ക് അല്ലെങ്കിൽ ജൂതന്മാർക്ക് സ്വന്തമായ ഒരു രാജ്യം പാടില്ല എന്ന് അള്ളാഹു അല്ലല്ലേ യാഹുവെ പറഞ്ഞിട്ടുണ്ട്. അത് അപ്പോൾ നിങ്ങൾക്കൊരു ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം സ്വന്തമായിട്ട് ഉണ്ടെങ്കിൽ അത് ജൂത വിശ്വാസം അനുസരിച്ച് വലിയ പാപമാണെന്ന് വിശ്വസിക്കുന്ന ജൂതന്മാർ ഒരുപാട് പേരുണ്ട്. അവരെല്ലാം നിങ്ങൾക്ക് വേണമെങ്കിൽ ടെലിവിഷനിലൊക്കെ വന്ന് ഈ ഇസ്രായേലിനെതിരെ സംസാരിക്കുന്ന കാണാം. ഇങ്ങനെ ഇരുന്നോ അതൊരു ജൂത നേതാവ് എന്നൊക്കെ പറഞ്ഞ് അവതരിപ്പിക്കുന്ന പലതും അങ്ങനെയുള്ള ലെവലിലുള്ള ആൾക്കാർ. അപ്പോൾ അങ്ങനെ പോവുകയാണ്. ഇപ്പോൾ ജൂൺ 12-ാം തീയതി ഈ പാർലമെന്റ് തന്നെ ഡിസോൾവ് ചെയ്യാനായിട്ടൊരു ബില്ല് അതിൻ്റെ പേരിൽ അവതരിപ്പിക്കപ്പെട്ടു. പക്ഷേ നെതന്യാഹുവിന്റെ ഒരു വിഷയം എന്ന് പറഞ്ഞാൽ, നെതന്യാഹു ഇത് വേണോ എന്ന് ചോദിച്ചാൽ നെതന്യാഹു പറയും വേണോ എന്ന് ചോദിച്ചാൽ എന്നാ വേണ്ടേ, അല്ല വേണ്ട എന്ന് ചോദിച്ചാൽ ആ ലെവലിൽ നമ്മുടെ കെ മാണി മോഡലിലാണ് പുള്ളി നിൽക്കുന്നത്. പുള്ളി ഇത് വേണമെന്നും പറയത്തില്ല വേണ്ടെന്നും പറയത്തില്ല. എല്ലാവരും കരുതുന്നതെന്നറിയോ, ഈ നെതന്യാഹു എന്ന് പറയുന്നത് വലിയ ഒരു റിലീജിയസ് ഓർത്തഡോക്സ് ജൂത തീവ്രവാദിയാണെന്നാണ്. നേരെ തിരിച്ചാണ്.
അവിടെയുള്ള ഏറ്റവും മോഡറേറ്റ് ആയിട്ടുള്ള ഒരു ഒരു എന്താണ് ഒരു സെൻട്രൽ അവിടെ നിൽക്കുന്ന ഒരാളാണ് നെതന്യാഹു. പക്ഷെ പുള്ളിയെ സപ്പോർട്ട് ചെയ്യുന്നത് ഓർത്തഡോക്സ് ജ്യൂസിന്റെ കുറെ പാർട്ടികളുണ്ട്. അതുകൊണ്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് എണ്ണ ഒപ്പിക്കാൻ പറ്റും. അപ്പൊ പുള്ളി രണ്ടും പറയത്തില്ല. 11-ാം തീയതി തോന്നുന്നു ഒരു ഇത് വന്നു, എന്നാൽ പാർലമെന്റ് തന്നെ ഡിസോൾവ് ചെയ്യാം. കാര്യം ഇത് പാസ്സാക്കി എടുക്കുന്നില്ല, ഈ ബില്ല് വന്നിട്ട് പാസ്സാക്കി എടുക്കുന്നില്ല. ഇനിയെങ്കിലും ഇവരെ ഡ്രാഫ്റ്റ് ചെയ്യണം. അവസാനം എന്ത് ചെയ്തു? ഈ ബില്ല് വീണ്ടും നീക്കി വെക്കാം, പിന്നെ ചർച്ച ചെയ്യാന്നൊക്കെയുള്ള രീതിയിൽ ഈ പാർലമെന്റ് സ്വയം ഡിസോൾവ് ചെയ്യുന്നുള്ള ബില്ല് അതിൽ നിന്ന് രക്ഷപ്പെട്ടു. അത് വോട്ടിനിട്ട് പരാജയപ്പെടുത്തി. ഫലത്തിൽ ഇവരെ ആർമിയിലേക്ക് ചേർക്കുക എന്നുള്ളത് ഇവർ നടന്നിട്ടില്ല. ഇസ്രായേലിലാണ് ഇപ്പോൾ ആളുകളെ വേണം. യുദ്ധം ഏതെല്ലാം രാജ്യങ്ങളുമായിട്ട്, ഇന്ത്യ ഒഴിച്ച് ബാക്കി എല്ലാ രാജ്യങ്ങളുമായിട്ട് യുദ്ധം എന്നുള്ള അവസ്ഥയാണ് അവർക്ക്.